ട്രെയിനിന്റെ ഡോറിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് വീഴുന്ന യാത്രക്കാരിയെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഇന്നലെ നമ്മളെല്ലാവരും കണ്ടതാണ്. ഗായകൻ MG ശ്രീകുമാർ അടക്കം ഈ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ആ യാത്രക്കാരിക്ക് രക്ഷകനായത് റെയിൽവേ ജീവനക്കാരനായ രാഘവൻ ഉണ്ണിയാണ്. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെ അഭിനന്ദന പ്രവാഹമാണ് രാഘവൻ ഉണ്ണിയെ തേടിയെത്തുന്നത്. നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങൾ ഈ മാസം 9-ന് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലുണ്ടായ സംഭവത്തിൻ്റെതാണ്. ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ പ്ലാറ്റ്ഫോമിലേക്ക് വീണ ഒരു വീട്ടമ്മയെ രക്ഷിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ്. കാരണം ആ സമയത്ത് ട്രെയിൻ നീങ്ങി തുടങ്ങി. അവരുടെ ജീവന് പോലും ഹാനികരമായ ഒരു രീതിയിലായിരുന്നു അവർ വീണത്. പെട്ടെന്ന് തന്നെ എവിടെ നിന്നോ വന്ന 2 കൈകൾ ആ വീട്ടമ്മയെ രക്ഷപ്പെടുത്തുകയുണ്ടായി. ആ രക്ഷാകരങ്ങൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഇലക്ട്രിക്കൽ വിഭാഗം ജീവനക്കാരൻ രാഘവൻ ഉണ്ണിയുടേതായിരുന്നു. രാഘവൻ ഉണ്ണിയാണ് നമുക്കിപ്പോൾ ഇപ്പോൾ ചേരുന്നത്. എന്തായിരുന്നു സംഭവം? അന്ന് ഞങ്ങൾക്ക് കുറച്ച് സ്പെഷ്യൽ മെയിൻ്റനൻസ് വർക്ക് ഉണ്ടായിരുന്നു. ലൈറ്റുകളുടെ കുറവുകളും മറ്റും നോക്കുന്ന വർക്കുകളായിരുന്നു. ഫാനുകളുടെ കണ്ടീഷനൊക്കെ നോക്കുന്ന വർക്കുകളായിരുന്നു. ആ സമയത്താണ് രാജാറാണി വണ്ടി വന്നിട്ട് ആ വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം ഒരു സ്ത്രീ ഇറങ്ങിയിരുന്നു, ഒരു പെൺകുട്ടി ഇറങ്ങിയിരുന്നു. അപ്പോൾ അവർ കുറച്ച് സ്പീഡ് കുറവായിരുന്നുകൊണ്ട് അവർ കുറച്ച് ഒന്ന് അടിപതറി മാറി വീഴാതെ അങ്ങോട്ട് മാറി. രണ്ടാമത് ഇറങ്ങുന്ന ഈ സ്ത്രീയാണ് കാല് തെറ്റി പിന്നെ പിടി വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഹാൻഡിൽ പിടിച്ചിട്ട് പിടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവർ വീണ സമയത്തും വണ്ടിയുടെ ആ ഗ്യാപ്പിലോട്ട് ഇങ്ങനെ നീങ്ങി പോകുന്ന സന്ദർഭം ഉണ്ടായി. ആ സമയത്ത് ഞങ്ങൾ വർക്കിൻ്റെ കുറച്ച് ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് വേറെ വർക്കിന് വേണ്ടി പോകുന്ന സമയത്താണ് ആ സമയത്ത് തന്നെയാണ് ഞങ്ങൾ തൊട്ടടുത്ത് ഈ ഒരു സംഭവം നടക്കുന്നത്. ആ സമയത്ത് പിന്നെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല. കയ്യിലുണ്ടായിരുന്നു, അതൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണല്ലേ? മെയിൻ്റനൻസിൻ്റെ സാധനങ്ങൾ കയ്യിലുണ്ടായിരുന്നു. ആ സാധനങ്ങൾ ഞങ്ങളെല്ലാം അവിടെ ആ സമയത്ത് തന്നെ വെച്ച് പെട്ടെന്ന് എങ്ങനെയാണെന്നറിയില്ല, പെട്ടെന്ന് അവർ ഇങ്ങോട്ട് മാറ്റാനുള്ള ഒരു സന്ദർഭം ഉണ്ടായി. അതുകൊണ്ട് അതിപ്പോൾ ആ സ്ത്രീ എന്നല്ല, ആരാണെങ്കിലും ഓരോ റെയിൽവേ ജീവനക്കാരനെന്നല്ല, പാസഞ്ചേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും അത് ചെയ്തു പോകും. അതുമാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ എത്ര കാലമായി റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നു? ഇതിൽ 13 വർഷം ആയി. അതിൽ ആദ്യം 1.5 വർഷം തിരുവനന്തപുരത്തായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ബാക്കി 11 വർഷത്തോളമായി. ആദ്യത്തെ അനുഭവമാണോ ഇത്? പണ്ടിങ്ങനെ ചെറിയൊരു 5-8 വർഷം മുമ്പും ചെറിയൊരു അനുഭവം ഉണ്ടായിരുന്നു സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ. അത് പക്ഷേ അന്ന് എൻ്റെ ഒപ്പം ഒരു മെക്കാനിക്കൽ SSC ഉണ്ടായിരുന്നുണ്ടോ, അവരിൽ വാക്കി ടോക്കി ഉണ്ടായിരുന്നതുകൊണ്ട് ലോക്കോ പൈലറ്റിനെ വിളിച്ച് പെട്ടെന്ന് വണ്ടി നിർത്താൻ പറ്റി. അപ്പോൾ അന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഇതിപ്പം ഇത്രയും കാലമായി റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഈ യാത്രക്കാരോട് എന്താണ് പറയാനുള്ളത്? എല്ലാ യാത്രക്കാരും ശ്രദ്ധിച്ച് തന്നെയാണ്. ആരും ഇപ്പോൾ വീണം പറഞ്ഞിട്ട് എല്ലാവരും ശ്രമിക്കില്ല. പക്ഷേ എങ്ങനെ നിർഭാഗ്യവശാൽ എന്ന് പറയാം, ചിലപ്പോൾ തെന്നി വീഴും, കാലിൽ ചിലപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലോട്ട് പോകാം, സ്ലിപ്പാകാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവാം. തിരക്ക് കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ കയറി പറ്റാണ്ട് ഓടി ടൈമിനനുസരിച്ച് എത്താൻ പറ്റാത്ത ആൾക്കാരുണ്ടാവാം. അവർക്ക് പെട്ടെന്ന് വന്ന് കയറുമ്പോൾ ചിലപ്പോൾ സ്ലിപ്പാവാം. നമ്മളെപ്പോഴും കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ഉപകാരമാവും. എന്നിട്ട് കോച്ച് പൊസിഷനൊക്കെ ഉണ്ടെങ്കിൽ ചിലവർ ബാഗെല്ലാം എടുത്ത് ലഗേജെല്ലാം എടുത്ത് ഓരോ കോച്ച് ചിലപ്പോൾ മാറി മാറി പോകുന്ന സന്ദർഭം ഉണ്ടാവും. നമ്മൾ എല്ലാ സ്റ്റേഷനുകളിലും കോച്ച് പൊസിഷൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ എല്ലാ വണ്ടികളിലും ഉണ്ടാവും. അപ്പോൾ അതിൽ നോക്കിയിട്ട് നമ്മൾ അതായത് സീറ്റിൽ പോയിരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്കൊരു കയറുന്ന ആ കോച്ചിൽ തന്നെ കയറി സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും എന്നാണ് ഒരു ഒപ്പീനിയൻ. എന്തായാലും ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് ജീവൻ പോലും നഷ്ടമാകാമായിരുന്ന ആ ഒരു വീട്ടമ്മയാണ് ഈ രാഘവൻ ഉണ്ണിയുടെ കരങ്ങൾ രക്ഷപ്പെടുത്തിയത്. ക്യാമറമാൻ ബിബിൻ ആൽവയ്ക്കൊപ്പം നിഷ ദിലീപ്, ജനം, കൊച്ചി.